ഇന്ന് നമ്മൾ വാഴയ്ക്ക് ഫോളിയർ സ്പ്രേ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. 19-19-19 ആണിത്. ഇത് ഫോളിയറാണ്, ഇലകളിൽ അടിച്ചു കൊടുക്കുന്ന വളമാണിത്. ഈ വളം നല്ല സത്യത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഐസ്ക്രീം മാതിരിയുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ആർക്കും കൈകൊണ്ട് എടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. നല്ല പിങ്ക് കളറാണ് കേട്ടോ. ഈ വളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൂടുന്ന ഇതൊക്കെ ആണെങ്കിൽ ചെടികളൊക്കെ ആണെങ്കിൽ ഒരേ ലെവലിൽ യൂണിഫോമിൽ പൂടാൻ സഹായിക്കും. പിന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസി കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ, മിനറൽസിൻ്റെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കും. ഈ വളം ഇട്ട് കഴിഞ്ഞാൽ പരിഹാരമാണ് വരുന്നത്. അടുത്ത ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫോട്ടോസിന്തസിസ് നന്നായിട്ട് അതിനെ സഹായിക്കും. പ്രകാശ സംരക്ഷണത്തിന് നന്നായിട്ട് സഹായിക്കും. കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് പ്രതിരോധിച്ച് നിൽക്കും. അധികം അടുക്കാണ്ട് അത് പ്രതിരോധിച്ച് നിൽക്കും. ഒരു പരിധി വരെ വരൾച്ച ഉണ്ടാകില്ല. വരൾച്ചയെ തടസ്സപ്പെടുത്തുന്നൊരു അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും ഇതെങ്ങനെയെങ്കിലും. അതാണ് ഈ വളത്തിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരുമാതിരി ഹെവി ആയിട്ടുള്ള പമ്പിൽ വേണം ഇത് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. റെക്കമെൻഡ് ഹെവി ആയിട്ടുള്ള ഒരുമാതിരി മീഡിയം ഹെവി ആയിട്ടുള്ള പമ്പായിരിക്കണം. ഇതാകുമ്പം നമുക്ക് വാഴയുടെ എല്ലാ വശത്തോട്ടും ചെല്ലുകയും ചെയ്യും, മൂടി വരെ ചെല്ലുകയും ചെയ്യും അതിൻ്റെ സ്പ്രെയർ. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% വാട്ടർ സൊല്യൂബിളാണിത്. ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അലിഞ്ഞ് ചേരും. ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അപ്പം തന്നെ അലിഞ്ഞ് ചേരും. ഇത് പെട്ടെന്ന് വെള്ളം അലിഞ്ഞ് ചേരും. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെയുള്ള ആവശ്യം വരില്ല. പെട്ടെന്ന് അലിഞ്ഞ് ചേരും. നമുക്ക് യൂസർ ഫ്രണ്ട്ലിയാണ്, യൂസ് ചെയ്യാൻ വേഗം കഴിയും. അങ്ങനൊരു ഗുണമുണ്ട് ഇതിനകത്ത്. നമുക്കിനി ഈ വളം എങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടേന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പുല്ലൊക്കെ വെട്ടി മാറ്റണം, തോട്ടം വൃത്തിയാക്കണം. ഞാനിത് കുറച്ച് ചെയ്തിട്ടുള്ളൂ, പിന്നെ ചെയ്യുന്നുള്ളൂ. തൽക്കാലം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെട്ടി മാറ്റിയതാണ്. പുല്ലെല്ലാം വെട്ടി മാറ്റി കഴിഞ്ഞിട്ട് വൃത്തിയാക്കി നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കണം. കുമ്മായം ഇട്ടിട്ട് ഒന്ന് മൂടിയിടുന്ന നല്ലതായിരുന്നു. ക്ലോസ് ചെയ്ത് മൂടിയിട്ടു. കുമ്മായിട്ട് തടമൊക്കെ നല്ല വൃത്തിയായിട്ട് മൂടിയിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അടിയിൽ മുകളിലായിട്ട് വരാൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അടിയിൽ മുകളിൽ വീണാൽ മതി ഇലയുടെ. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആവശ്യമുള്ള ഫോളിയർ ആകുമ്പോഴത്തേക്ക് കയറി പിടിച്ചോളൂ എല്ലായിടത്തോട്ടും. ഇനി സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. താനും ആയിക്കോളും, ഈ വളം കയറി പിടിച്ചോളും. 2-3 ദിവസം നമുക്ക് അതിൻ്റെ എഫക്റ്റ് കണ്ടു തുടങ്ങുകയും ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് സാധാരണ എൻ്റെ തോട്ടത്തിൽ ചെയ്തു കൊടുക്കാറുള്ളത്. എന്നാൽ ചില സമയത്ത് ചില ഇലകളിൽ ഒരുപാട് പുഴു വന്ന് കയറിയിട്ടുണ്ട്. കണ്ടാ, പുഴു വന്ന് കടിച്ചു തിന്നിട്ടുണ്ട്, എല്ലാം ഇലകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വരുമ്പോൾ നമ്മൾ ഈ സ്പ്രേയുടെ കൂട്ടത്തിൽ നമ്മൾ എക്കാലിക്സോ അങ്ങനെ ഏതെങ്കിലും ഒരു റെക്കമെൻഡ് ആയിട്ടുള്ള മെഡിസിൻ കൂടെ ഇതിൻ്റെ കൂടെ 2 മില്ലി 3 മില്ലി കൂടുതലാകാൻ പാടില്ല. അതും കൂടെ വെച്ചിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് അങ്ങ് അടിച്ചു കൊടുത്താലും മതി. ഞാൻ സാധാരണയായിട്ട് എക്കാലിക്സിൻ്റെ ചെറിയ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെ കൂടുതൽ എഫക്റ്റീവാണ്. ഇലകളിൽ മറ്റുള്ള പുഴു എന്ന് കടിച്ചു തിന്നുന്നുണ്ട്. അതിത് നിസ്സാര കാര്യമുള്ളൂ. അതിനകത്ത്
അത് മാറണമെങ്കിൽ എക്കാലസ് അടിച്ചു കൊടുത്താൽ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് അടിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കോളും.